പുഷ്പ സിനിമയിലെ ഈ അടിപൊളി ഗാനം ഏവർക്കും പരിചിതമായിരിക്കും. ഈ സീനിൽ അല്ലു അർജുനൻ്റെ പിന്നിലായി കാണുന്ന ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. തിരുമലൈ കോവിൽ തമിഴ്നാട്ടിലെ തെങ്കാശിക്കടുത്ത് പൻപോളി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മുരുകൻ കോവിലാണ് തിരുമലൈ കോവിൽ. തമിഴ്നാടിൻ്റെ അതിർത്തി ഗ്രാമത്തിൽ ഒരു ചെറിയ കുന്നിൻ മുകളിലാണ് ഈ കോവിൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മലയാളി ഭക്തരാണ് കൂടുതലും ഇവിടം സന്ദർശിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് എത്താൻ 624 പടികൾ കയറണം. പടികൾ കയറാതെ തന്നെ അടിവാരത്ത് നിന്നും ക്ഷേത്രനടയിലേക്ക് റോഡ് മാർഗം നമുക്ക് എത്താവുന്നതാണ്. പക്ഷേ അതിന് പ്രത്യേകം പാസ് എടുക്കേണ്ടതായിട്ടുണ്ട്. 2 വീലറിന് 20 രൂപ, കാറിന് 50, ട്രാവലർ പോലുള്ള വാഹനങ്ങൾക്ക് 60 എന്നിങ്ങനെയാണ് നിരക്ക്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് അതിവിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട് തന്നെ ഇവിടെയുണ്ട്. പാർക്കിങ്ങിന് പ്രത്യേകം ഫീസ് ഒന്നും തന്നെ ഇല്ല. തിരുമലൈ മുരുകൻ എന്നും തിരുമലൈ കുമാരസ്വാമി എന്നും ഇവിടത്തെ പ്രതിഷ്ഠ വിളിക്കപ്പെടുന്നു. മുരുകൻ അഗസ്ത്യമുനിക്ക് ദർശനം നൽകിയത് ഇവിടെയാണ്. വളരെ ഉയർന്ന പ്രദേശമായതുകൊണ്ട് ഉച്ചവെയിലിന് ചൂട് കൂടുതലാണ്. എന്നാലും തണുത്ത കാറ്റും ചെറിയ മരത്തണലും ആശ്വാസമാണ്. ആര്യ ദ്രാവിഡ സംസ്കാരങ്ങളുടെ അവശേഷിപ്പുകൾ ഈ കോവിലിൽ കാണാൻ കഴിയും. 13ാം നൂറ്റാണ്ടിൽ പണിത ഈ കോവിലിൽ അന്നത്തെ ശില്പകലകൾ കേടുപാടുകളൊന്നും കൂടാതെ തന്നെ സംരക്ഷിച്ചു വരുന്നുണ്ട്. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി ഭാഷാ സിനിമകളിൽ പ്രധാന ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഇവിടം. ക്ഷേത്ര പരിസരത്ത് തന്നെ തിരുമലൈ ഭഗവതി അമ്മൻ്റെ നടയും സ്ഥിതി ചെയ്യുന്നു. കോവിൽ സന്ദർശിക്കുന്നവർക്ക് ശുദ്ധമായ കുടിവെള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ വൃത്തിയുള്ള ടോയ്ലറ്റ് സംവിധാനവും ഇവിടെയുണ്ട്. ഇവിടുത്തെ അഷ്ടപത്മകുളം കാണാൻ വളരെ മനോഹരമാണ്. ഇവിടെ നിൽക്കുമ്പോൾ പുഷ്പ സിനിമയിലെ ധാരാളം രംഗങ്ങൾ നമുക്ക് ഓർമ്മ വരും. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള നേർച്ചയ്ക്കായി തൊട്ടിൽ കെട്ടുന്ന ഒരു ചടങ്ങും ഇവിടെയുണ്ട്. സർപ്പകന്യകകളുടെ സ്ഥാനവും ഇതിനടുത്ത് തന്നെയാണ്. പശ്ചിമഘട്ട മലനിരകളുടെ നയനമനോഹര കാഴ്ചകളും തെങ്കാശിയിലെ കാർഷിക ഗ്രാമങ്ങളുടെ ദൂരെ കാഴ്ചകളും മതിയാവോളം നമുക്കിവിടെ നിന്നും ആസ്വദിക്കാവുന്നതാണ്. ക്ഷേത്രത്തിന് തൊട്ടടുത്തായി തന്നെ ഒരു സ്റ്റാളുണ്ട്. അവിടെ നിന്ന് നമുക്ക് ക്ഷേത്രത്തിലെ പ്രസാദവും കിട്ടുന്നതാണ്. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇതിനപ്പുറം വേറൊരു സ്ഥലം ഇല്ല എന്ന് പറയേണ്ടി വരും. അത്ര മനോഹരമാണ് ഈ പ്രദേശം.